ജീവിതത്തിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരികയും ചുറ്റുമുള്ളവർ തണലേകാൻ വിസമ്മതിച്ച് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഞാൻ മാത്രമെന്ന്. എന്നാൽ ജീവിതത്തിന്റെ യഥാർത്ഥ മർമ്മം അതല്ല. വിജയം എന്നത് പുറമേയുള്ള അനുകൂല സാഹചര്യങ്ങളല്ല നിർണയിക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം നിർമ്മിച്ചെടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കാന്തിക വലയം അഥവാ ആൻ ഓറ ഓഫ് കോൺഫിഡൻസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇന്ന് നാം സംസാരിക്കുന്നത് വെറുമൊരു മോട്ടിവേഷൻ കഥയല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ പോലും അതിജീവിച്ച് സ്വന്തം മനസ്സിനെ ഒരു ഇരുമ്പുകോട്ട പോലെ കാത്തുസൂക്ഷിക്കാൻ ശീലിക്കുന്ന, തോൽവികളിൽ നിന്ന് ഒരു സിംഹത്തെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഓറ ഫോർമേഷൻ എന്ന കരുത്തുറ്റ അവസ്ഥയെക്കുറിച്ചാണ്. ചാണക്യന്റെ തന്ത്രങ്ങളും മനുഷ്യന്റെ ഉള്ളിലെ നിശബ്ദതയുടെ അപാരമായ ശക്തിയും കോർത്തിണക്കി നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്താനുള്ള ഒരു യാത്രയാണിത്. ഇന്ന് നാം സംസാരിക്കുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ പോരാട്ട വീര്യത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ ഉള്ളിലെ നിശബ്ദതയ്ക്കും അവന്റെ ആത്മനിയന്ത്രണത്തിനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു യാത്രയാണിത്. ഈ ലോകം വിജയികളെ മാത്രമേ ഓർമ്മയിൽ സൂക്ഷിക്കാറുള്ളൂ. തോറ്റുപോയവന്റെ കണ്ണീരിനും വേദനകൾക്കും ഇവിടെ ആരും വലിയ വില കൽപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ തോൽവികളിൽ നിന്ന് എങ്ങനെ ഒരു സിംഹത്തെപ്പോലെ തിരിച്ചു വരണമെന്ന് നമ്മൾ നിർബന്ധമായും പഠിക്കണം. മിക്കവാറും പേരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകേട്ടും അഭിപ്രായങ്ങൾക്ക് അടിമപ്പെട്ടുമാണ്. അവൻ എന്തു വിചാരിക്കും, ഇവർ എന്തു പറയും എന്നുള്ള ചിന്തകൾ നമ്മളെ നിരന്തരം പിന്നോട്ട് വലിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ ലോകത്ത് ആർക്കും നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ കഴിവും പരിമിതികളും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പണയം വെക്കരുത്. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം. ആരും സഹായിക്കാനില്ലാത്ത ആ ശൂന്യതയിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ കണ്ടുമുട്ടുന്നത്. ഒരു മനഃശാസ്ത്രപരമായ സത്യമെന്തെന്നാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശക്തനാകുന്നത് അവൻ പൂർണ്ണമായും ഒറ്റപ്പെടുമ്പോഴാണ്. ആ സമയത്ത് ആശ്രയിക്കാൻ സ്വന്തം മനസ്സ് മാത്രമേ കൂടെയുണ്ടാകൂ. ഈ അവസ്ഥയെ ഒരു പോസിറ്റീവ് ശക്തിയായി മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം ഭയത്തെയും ഈഗോയെയും കീഴടക്കുക എന്നതാണ്. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം പുറമേയുള്ള ശത്രുക്കളല്ല, മറിച്ച് ഉള്ളിലുള്ള അലസതയും അമിത ചിന്തയുമാണ്. നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ദൂരത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിമിഷം മുതൽ സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും പെട്ടെന്ന് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ വിജയമോ പരാജയമോ ആവാം അതിന് കാരണം. വിജയം വരുമ്പോൾ ബന്ധങ്ങൾ മാറുന്നതും സൗഹൃദങ്ങൾ അകലുന്നതും സ്വാഭാവികമാണ്. ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, അതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നവർ എപ്പോഴും കൂടെയുണ്ടാകും. അല്ലാത്തവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിനെ ഒരു ഇരുമ്പുകോട്ട പോലെ ശക്തമാക്കുക എന്നതാണ് ആദ്യപടി. അതിനായി കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാകണം. വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നതുകൊണ്ട് മാത്രം ആരും ലക്ഷ്യത്തിലെത്താറില്ല. ആ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ എത്രത്തോളം വിയർപ്പൊഴുക്കാൻ തയ്യാറാണെന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളും കഠിനമായ പകലുകളും കടന്നുപോകുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ പോരാളി ജനിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന പ്രതിസന്ധി എന്തുതന്നെയായാലും അതൊരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്. ഈ വേദനയും ഒറ്റപ്പെടലും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഒരു വാളിന്റെ മൂർച്ച കൂട്ടണമെങ്കിൽ അത് തീയിലുരുകുകയും അടികൊള്ളുകയും ചെയ്യണം. അതുപോലെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ നിങ്ങളെ ഒരു മികച്ച വ്യക്തിത്വമാക്കി മാറ്റാൻ വേണ്ടി പ്രകൃതി നൽകുന്ന പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുക. ജീവിതത്തിന്റെ കഠിനമായ പരീക്ഷണഘട്ടങ്ങളിൽ ഭൂരിഭാഗം മനുഷ്യരും ആയുധം വെച്ച് കീഴടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രപരമായ ആ ക്രൂരമായ ചിന്ത പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ മനസ്സിനെ ഒരു ചോര ചിന്തുന്ന യുദ്ധക്കളമായി കാണണം എന്നാണ്. ആ യുദ്ധക്കളത്തിൽ ഒന്നുകിൽ നമ്മുടെ ചിന്തകളെ ചങ്ങലക്കിട്ട് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ആ ചിന്തകൾ നമ്മളെ ജീവനോടെ അടിമകളാക്കും. ഈ നിഷ്ഠൂരമായ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ 1000 പേർ വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ കൈവിടാതിരുന്നാൽ ഒരു ശക്തിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഭയപ്പെടുത്തുന്ന ഒരു വലിയ മനഃശാസ്ത്രപരമായ സത്യം ഞാൻ നിങ്ങളോട് പറയാം. പലരും വിചാരിക്കുന്നത് വിജയം എന്നത് കേവലം ഭാഗ്യത്തിന്റെ കളിയാണ് എന്നാണ്.
എന്നാൽ യാഥാർത്ഥ്യത്തിൽ വിജയമെന്നതൊരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലെടുക്കുന്ന ചോരമണക്കുന്ന തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ പൈസ പോലും ഇല്ലാത്തപ്പോൾ, കൂടെ നിൽക്കാൻ നിഴൽ പോലും വിസമ്മതിക്കുമ്പോൾ, എല്ലാവരും നിങ്ങളെ ഒരു പരാജയമായി മുദ്രകുത്തി പരിഹസിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളോട് തന്നെ ഉള്ളിൽ എന്താണ് പറയുന്നത്? അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ആ നരകതുല്യമായ അവസ്ഥയിൽ തളർന്നു പോകാതെ ഞാൻ സർവശക്തിയോടെയും തിരിച്ചുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സഹതാപവും സ്നേഹവും ഇരക്കാറുണ്ട്. എന്നാൽ ഈ ക്രൂരമായ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങൾ ദുർബലനാണെന്നൊന്ന് കാണിച്ചാൽ ഈ ലോകം നിങ്ങളെ കൂടുതൽ ചവിട്ടിമെതിക്കും. ആരും നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാനോ ആശ്വസിപ്പിക്കാനോ വരില്ല. നേരെ മറിച്ച് നിങ്ങൾ ശക്തനാണെന്ന് കാണിച്ചാൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് ഭയത്തോടെ മാറി നിൽക്കാൻ ഈ ലോകം നിർബന്ധിതരാകും. അതുകൊണ്ട് നിങ്ങളുടെ ദയയെ ബലഹീനതയായി കാണുന്നവർക്ക് മുന്നിൽ നിങ്ങൾ എത്രത്തോളം അപകടകാരിയായ മൃഗമാണെന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ഉള്ളിലെ അമിത ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ നാളെയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ട് ജീവച്ഛവമാകുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിലുണ്ട്. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ ചിന്തകളുടെ ദിശ മാറും. വരാനിരിക്കുന്ന നാളെയെ ഓർത്ത് ഇന്ന് കരയുന്നവൻ ബുദ്ധിഹീനനാണ്. കാരണം ഇന്നത്തെ നിങ്ങളുടെ ക്രൂരമായ പ്രവൃത്തികളാണ് നാളത്തെ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് ചിന്തകൾക്ക് തീ കൊടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുക. പലപ്പോഴും മനുഷ്യർ നെഞ്ചുപൊട്ടി ചോദിക്കാറുണ്ട്, ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ചതിയും ദ്രോഹവും മാത്രം തിരിച്ചു കിട്ടുന്നത് എന്ന്. ഇവിടെയാണ് മനുഷ്യ സ്വഭാവത്തിന്റെ ആ ഇരുണ്ട വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് കോടാലിക്ക് മുന്നിൽ ആദ്യം മുറിക്കപ്പെടുന്നത്, അതുപോലെ നേരുള്ള മനുഷ്യരാണ് ആദ്യം പരീക്ഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. നന്മ ചെയ്യുക, എന്നാൽ അതിനൊപ്പം തന്നെ നിങ്ങളെ ആരും ദ്രോഹിക്കാതിരിക്കാനുള്ള വിവേകവും തന്ത്രപരമായ നരിപ്പലകയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു സിംഹം വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ അത് ഉച്ചത്തിൽ ഗർജിച്ച് സ്വന്തം സാന്നിധ്യം അറിയിക്കാറില്ല. അത് നിശബ്ദമായി ഇരയെ നിരീക്ഷിക്കുകയും ശരിയായ സമയത്ത് ഒരൊറ്റ ആഞ്ഞടിക്കലിൽ ഇരയുടെ ശ്വാസമെടുക്കുകയും ചെയ്യും. അതുപോലെയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങളും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കയ്യടി വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിജയത്തിന്റെ കഠിനമായ ശബ്ദം നിങ്ങളുടെ ശത്രുക്കളുടെ കാതുകളിൽ വന്നു പതിക്കുമ്പോൾ മാത്രം അവർ അതറിയട്ടെ. നിശബ്ദതയ്ക്ക് വലിയൊരു മനഃശാസ്ത്രപരമായ ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ശത്രുവിനെ ഉള്ളിൽ നിന്ന് ഭയപ്പെടുത്തും. ജീവിതത്തിൽ വിശ്വസിച്ചവർ പലരും പെട്ടെന്ന് മാറിപ്പോകുമ്പോൾ നെഞ്ചിൽ കനത്ത വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് മാറ്റങ്ങളെ ഭയപ്പെടരുത് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില മനുഷ്യർ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ആയുസ് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. പുതിയൊരു വിജയവഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് പോയ ചതിയന്മാരെ ഓർത്ത് സമയം കളയാതെ നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ നിങ്ങളെ പൂർണ്ണമായും തളർത്തുന്നുണ്ടാകാം. എന്നാൽ ഓർക്കുക, കഠിനമായ ചൂടിൽ ഉരുകിത്തിളയ്ക്കുന്ന ഇരുമ്പാണ് പിന്നീട് ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ അനുഭവങ്ങളും ഒറ്റപ്പെടലുകളും നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വരുംകാലത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിയാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മാരകമായ വലിയ പാഠങ്ങൾ പലപ്പോഴും വരുന്നത് ശീതീകരിച്ച വിദ്യാലയങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മൾ ജീവനേക്കാൾ കൂടുതൽ വിശ്വസിച്ചവരിൽ നിന്ന് നെഞ്ചിലേക്ക് നേരിട്ട് കിട്ടുന്ന ക്രൂരമായ വഞ്ചനയിൽ നിന്നും തഴയപ്പെടലുകളിൽ നിന്നുമാണ്. ഇത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പലരും ഒരു പരാജയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചോരപ്പങ്ക് വെച്ച ആരെങ്കിലും നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അവിടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതി കണ്ണീരൊഴുക്കി മുട്ടുമടക്കാറുണ്ട്. എന്നാൽ ഇവിടെയാണ് ചാണക്യന്റെ ആ കൗശലപൂർണവും തീക്ഷ്ണവുമായ ജീവിത വീക്ഷണം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തളർന്നിരുന്ന് കരയുകയല്ല വേണ്ടത്, മറിച്ച് ആ കഠിനമായ പ്രതിസന്ധിയെ എങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കുള്ള മൂർച്ചയേറിയ ഇന്ധനമാക്കി മാറ്റി ശത്രുക്കൾക്ക് മുന്നിൽ ആളിപ്പടരാം എന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വിജയിച്ച മനുഷ്യരെല്ലാം വളരെ സമാധാനപരമായ സാഹചര്യങ്ങളിൽ നിന്നാണ് വളർന്നു വന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥ മനഃശാസ്ത്ര സത്യം അതിന് നേരെ വിപരീതമാണ്. ഈ ലോകത്ത് വലിയ ചരിത്രങ്ങൾ ചോര കൊണ്ട് എഴുതി ചേർത്ത മനുഷ്യരുടെയെല്ലാം ഉള്ളിൽ ഒരു കാലത്ത് വലിയൊരു അമർഷമോ നെഞ്ചുപൊട്ടുന്ന വേദനയോ അല്ലെങ്കിൽ അവഗണനയുടെ കനലോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.
ആ കനലിനെ അവർ സ്വയം നശിപ്പിക്കാൻ അനുവദിച്ചില്ല, പകരം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സിംഹത്തെപ്പോലെ കുതിക്കാനുള്ള ഊർജമാക്കി മാറ്റി. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ വിലകുറച്ച് കാണുമ്പോൾ, നിങ്ങളെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പരിഹസിക്കുമ്പോൾ അവരോട് തർക്കിക്കാൻ പോയി നിങ്ങളുടെ ഊർജം കളയരുത്. നിങ്ങളുടെ നിശബ്ദതയും ചോരനീരാക്കിയുള്ള കഠിനാധ്വാനവും മാത്രമായിരിക്കണം അവർക്കുള്ള മറുപടി. നമുക്ക് ചുറ്റുമുള്ള പലരും നമ്മളെക്കാൾ വേഗത്തിൽ മുന്നേറുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം അപകർഷതാബോധവും നിരാശയും തോന്നാം. നമ്മൾ മാത്രം ഇപ്പോഴും ഇവിടെ തന്നെ കിടന്ന് നരകിക്കുകയാണല്ലോ എന്ന ചിന്ത രാത്രികളിൽ നമ്മുടെ ഉറക്കം പൂർണ്ണമായി കെടുത്തിയേക്കാം. എന്നാൽ ഓർക്കുക, ഓരോ മനുഷ്യനും അവൻ്റേതായ ഒരു സമയമുണ്ട്. സിംഹം 2 അടി പിന്നോട്ട് വയ്ക്കുന്നത് പേടിച്ചിട്ടല്ല, മറിച്ച് ഇരയുടെ നെഞ്ചു പിളർന്ന് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് ആഞ്ഞടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിശബ്ദമായ കാലഘട്ടം നിങ്ങൾ ഒളിച്ചോടുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിനായി സ്വയം ഒരു മാരക ആയുധമായി തയ്യാറെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യ സ്വഭാവത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്ന ഒരു വലിയ തത്വമുണ്ട്. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരത്തിലെത്തുന്നോ അത്രത്തോളം അവന്റെ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്, കാരണം നിങ്ങളുടെ വളർച്ച പലരുടെയും ഈഗോയെയാണ് ക്രൂരമായി മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ താഴേക്ക് വലിച്ചു മണ്ണിലിടാൻ അവർ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. അത്തരം സാഹചര്യങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ച് സ്വയം തോറ്റുകൊടുക്കാതെ തികച്ചും തന്ത്രപരമായി ബുദ്ധിയോടെ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. നിങ്ങളുടെ വികാരങ്ങളെ ചങ്ങലക്കിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏത് വലിയ ശക്തിയെയും നിങ്ങൾക്ക് നിഷ്പ്രഭമാക്കാൻ കഴിയും. പലപ്പോഴും നമ്മളൊരു തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ അതിനെ ജീവിതം അവസാനിച്ച ഒരു വലിയ ദുരന്തമായി കാണാറുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ പോരാളി പരാജയത്തെ പരാജയമായി കാണാറില്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ സംഭവിക്കുന്ന ചില പിഴവുകൾ തിരുത്താനുള്ള മികച്ച അവസരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അത് യഥാർത്ഥ പരാജയമായി മാറുന്നത്. ഓരോ പരാജയത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിച്ച് പുതിയ തന്ത്രങ്ങളോടെ കളിയിലേക്ക് ക്രൂരമായി തിരിച്ചുവരുന്നവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കൈയടിക്കോ വില കുറഞ്ഞ അംഗീകാരങ്ങൾക്കോ വേണ്ടി നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ മാറ്റിവെക്കരുത്. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവർ തന്നെയായിരിക്കും നാളെ നിങ്ങളുടെ വിജയത്തിന് പിന്നാലെ നായ്ക്കളെപ്പോലെ വരുന്നത്. ലോകത്തിന്റെ രീതി എപ്പോഴും അങ്ങനെയാണ്, വിജയമുള്ളവന്റെ കൂടെ മാത്രമേ ആളുണ്ടാകൂ. ഉള്ളിൽ വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനായി ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. കൂട്ടിന് നിഴൽ പോലുമില്ലെങ്കിലും വഴിയിൽ വെളിച്ചമില്ലെങ്കിലും സ്വന്തം ആത്മവിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ നായകൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ സ്വന്തം ഉള്ളിലെ അലസതയാണ്. നാളെ ചെയ്യാം, അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം എന്നിങ്ങനെയുള്ള ഒഴികഴിവുകൾ നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ നൽകുന്ന ഒരുതരം സ്ലോ പോയിസണാണ്. ഈ ലഹരിയിൽ നിന്ന് മോചിതനാകാത്ത ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനത്തും എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നല്ല ചിന്തകളെ ഉടനടി പ്രവൃത്തി പഥത്തിലെത്തിക്കുക. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കാറില്ല എന്ന വലിയ യാഥാർത്ഥ്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും ഒരിക്കലും വെറുതെയാവില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു ശില്പം മനോഹരമാകണമെങ്കിൽ ഉളിയുടെ അനേകം ക്രൂരമായ അടികൾ ഏൽക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയുമായ ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മണ്ണിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് നിനക്കറിയാമോ? മറ്റുള്ളവരുടെ തലയിൽ കുറ്റം വലിച്ചു കെട്ടുക, സാഹചര്യങ്ങളെ നോക്കി പല്ലിറുക്കുക, വിധി ഇങ്ങനെയൊക്കെയാണ് എന്ന് സ്വയം പദം പറഞ്ഞ് ഏതോ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുക. ഇവിടെയാണ് ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മാരകമായ ആ മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത്. സ്വന്തം തകർച്ചകൾക്ക് മറ്റുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു നട്ടിലില്ലാത്ത മനുഷ്യനും ഒരു കാലത്തും സ്വന്തം പിഴവുകൾ തിരുത്താൻ തയ്യാറാകില്ല. നിന്റെ നരകതുല്യമായ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുത്തേ മതിയാകൂ. ഈ നിമിഷം നീ ഏതൊരു ചതുപ്പിലാണോ കിടക്കുന്നത്, അതിന് കാരണം മുൻപ് നീയെടുത്ത ചില വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനങ്ങളാണ്. ഇനി നീ ഏത് കൊടുമുടിയിലേക്കാണോ കയറേണ്ടത്, അതിപ്പോൾ നീയെടുക്കാൻ പോകുന്ന കഠിനമായ തീരുമാനങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇത് നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമ്മൾ പുതിയൊരു പരീക്ഷണത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ ചോരയെ തണുപ്പിക്കുന്ന ഒരു വല്ലാത്ത ഭയം ഉള്ളിലേക്ക് അരിച്ചു കയറാറുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ, ഈ ലോകം എന്നെ നോക്കി ഉറക്കെ കളിയാക്കിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ നിന്നെ തളർത്തും. മനഃശാസ്ത്രജ്ഞർ ഇതിനെ പരാജയഭീതി എന്ന് വിളിക്കുന്നു. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നിന്റെ ചിന്തകളുടെ വേരുകൾ തന്നെ മാറും. ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല.
ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് തെറ്റല്ല, എന്നാൽ തോറ്റുപോകുമെന്ന ഭയത്താൽ ആയുധമെടുക്കാതിരിക്കുന്നത് മാപ്പില്ലാത്ത വലിയൊരു കുറ്റമാണ്. ഭയത്തെ ചവിട്ടിമെതിക്കാനുള്ള ഒരേയൊരു വഴി ഭയമുള്ള ആ കാര്യത്തിലേക്ക് കണ്ണുമടച്ച് നേരിട്ടിറങ്ങുക എന്നത് മാത്രമാണ്. നമ്മുടെ ഈ കപട സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നീ ഒരു സാധാരണക്കാരനായി മണ്ണിൽ ജീവിക്കുമ്പോൾ ആർക്കും നിന്നെക്കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നാൽ നീ നിന്റെ പരിമിതികളുടെ ചങ്ങലകൾ പൊട്ടിച്ച് മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ നിന്റെ സ്വന്തം എന്ന് കരുതുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും നിന്റെ കാലുകൾ തല്ലിയൊടിക്കാൻ ശ്രമിക്കും. നീ വിചാരിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ സമയം കളഞ്ഞ് നാണം കെടേണ്ട എന്ന് അവർ നിന്റെ മുഖത്ത് നോക്കി പറയും. ഓർക്കുക, അത് അവരുടെ ചിന്തകളുടെ ദയനീയമായ പരിമിതിയാണ്, നിന്റെയല്ല. അവർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ നീയും ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് ആ സ്വാർത്ഥർ ശ്രമിക്കുന്നത്. അത്തരം വിഷപ്പാമ്പുകളെ പോലെയുള്ള മനുഷ്യരിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകലം പാലിക്കുക എന്നതാണ് ഒരു ബുദ്ധിമാന്റെ ലക്ഷണമായി ചാണക്യൻ വ്യക്തമാക്കുന്നത്. വിജയം എന്നത് ഒട്ടും സുഖകരമായ ഒരു താലോലിക്കലല്ല. അതുകൊണ്ടാണ് ഈ ലോകത്ത് വിരലിലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രം ആ സിംഹാസനത്തിൽ എത്തിച്ചേരുന്നത്. പുലർച്ചെ ലോകം മുഴുവൻ സുഖമായി ഉറങ്ങുമ്പോൾ കൺപോളകൾ വലിച്ചു തുറന്ന് എഴുന്നേറ്റ് ചോര നീരാക്കാൻ ഒരു പ്രത്യേക ഭ്രാന്ത് തന്നെ വേണം. ശരീരം മടുപ്പ് കാണിച്ച് കെഞ്ചുമ്പോഴും മനസ്സ് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ട് കരയുമ്പോഴും ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുകൾ നട്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നവനെയാണ് ലക്ഷ്യഭ്രാന്തിയുള്ളവൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യത്തിൽ നീ ഇത്രത്തോളം അന്ധമായി വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടാൽ മാത്രമേ ഈ പ്രപഞ്ചം നിനക്ക് മുന്നിൽ ഭയത്തോടെ വഴിമാറിത്തരൂ. പലരും വന്ന് ചോദിക്കാറുണ്ട്, ആവേശം എങ്ങനെ എപ്പോഴും നെഞ്ചിൽ നിലനിർത്താമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ആവേശം എന്നത് വെറുമൊരു താൽക്കാലിക വികാരം മാത്രമാണ്. ഒരു വീഡിയോ കാണുമ്പോഴോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ നിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ ആവേശം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചാരമായി മാറും. അവിടെയാണ് സ്വയം നിയന്ത്രണത്തിന്റെ മാരകമായ പ്രസക്തി വരുന്നത്. മനസ്സിന് ഒട്ടും താല്പര്യമില്ലാത്ത ദിവസങ്ങളിലും മൂഡ് ശരിയല്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇത് നിന്റെ രക്തത്തിന്റെ ഭാഗമായാൽ പിന്നെ നിന്നെ തടയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ എപ്പോഴും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശത്രുവിനെ ശാരീരികമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതിനേക്കാൾ മുൻപ് അവന്റെ മനോവീര്യം തകർത്ത് തരിപ്പണമാക്കണം. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ നിന്നെ വേട്ടയാടാൻ വരുമ്പോൾ നീ ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ അതിനെ നേരിട്ടാൽ ആ പ്രതിസന്ധികൾ പോലും ഭയന്ന് തോറ്റുപോകും. കഠിനമായ വേദനകളെയും നിന്നെ തളർത്തുന്ന കഷ്ടപ്പാടുകളെയും ഒരു ശത്രുവായി കാണാതെ നിന്നെ ഒരു പോരാളിയായി മാറ്റിയെടുക്കാൻ വന്ന ഒരു ഗുരുവായി കാണാൻ പഠിക്കുക. ആ ഒരു കഠിനമായ ചിന്താഗതി നിന്നെ മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാക്കും. നീ ഈ ലോകത്ത് ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചേ മതിയാകൂ. കാരണം വിജയത്തിന്റെ ആ അവസാന ഘട്ടങ്ങളിൽ നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ നിഴൽ മാത്രമേ ഉണ്ടാകൂ. കൂട്ടുകാരുമൊത്ത് സമയം കളയുന്നതും ആഴ്ചാവസാനങ്ങളിൽ മദ്യം കഴിച്ച് പാർട്ടി നടത്തുന്നതുമൊക്കെ നല്ലതായിരിക്കാം. എന്നാൽ ഒരു വലിയ ലക്ഷ്യമുള്ള മനുഷ്യന് അതിനേക്കാളൊക്കെ പ്രധാനം സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നതാണ്. ഇതിന്റെ പേരിൽ സുഹൃത്തുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ നെഞ്ചുപൊട്ടി വിഷമിക്കേണ്ടതില്ല. കാരണം നീ ഒരു സിംഹത്തെപ്പോലെ കാടുഭരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്നത് സ്വാഭാവികമാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ നരകതുല്യമായ പ്രതിസന്ധിയും ഒരു വലിയ വിലയാണ്. നീ ആഗ്രഹിക്കുന്ന ആ രാജകീയ ജീവിതത്തിനു വേണ്ടി നീ പ്രകൃതിക്ക് നൽകേണ്ടി വരുന്ന ക്രൂരമായ വില. ആ വില സ്വന്തം ചോര കൊണ്ട് കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഭാവിയിൽ ഈ ലോകം നിന്റെ കാൽക്കീഴിലായിരിക്കും. അതുകൊണ്ട് ഒരിടത്തും തളരാതെ ആത്മവിശ്വാസത്തോടെ നിന്റെ ചോരമണക്കുന്ന പോരാട്ടം തുടരുക. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് രാജ്യങ്ങളുടെ അതിർത്തികളിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ആഴങ്ങളിലാണ്. ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന പോരാട്ടമാണിത്. ഒരു വശത്ത് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിൽക്കുമ്പോൾ മറുവശത്ത് നിങ്ങളെ നിരന്തരം പിന്നോട്ട് വലിക്കുന്ന മടിയും ഭയവും സംശയങ്ങളും തക്കം പാർത്തിരിക്കുന്നു. ഈ വലിയ മനഃശാസ്ത്രപരമായ സത്യം നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ശബ്ദത്തെ നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പുറമേയുള്ള ഏത് വലിയ ശത്രുവിനെയും നേരിടാൻ നിങ്ങൾ അശക്തനായിരിക്കും. ചാണക്യന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു ഭരണാധികാരി ആദ്യം കീഴടക്കേണ്ടത് അന്യരാജ്യങ്ങളെയല്ല, മറിച്ച് സ്വന്തം ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും തന്നെയാണ്. എനിക്ക് നല്ലൊരു അവസരം കിട്ടിയാൽ ഞാൻ വിജയിക്കുമെന്നും ആരെങ്കിലും എന്നെ സഹായിച്ചാൽ എന്റെ ജീവിതം മാറുമെന്ന് വെറുതെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഈ ലോകത്ത് ആരും നിങ്ങളെ സഹായിക്കാൻ വരാൻ പോകുന്നില്ല. ഒരു അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ സംഭവിക്കാനും പോകുന്നില്ല.
നിങ്ങളെ രക്ഷിക്കാൻ മറ്റൊരാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഭീരുത്വമാണ്. അത്തരം ചിന്തകൾ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഒരു ഇരയാക്കി നിലനിർത്തും. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കണം. ആരും തണലേകാനില്ലാത്ത കടുത്ത വേനലിലും സ്വയം വേരുകൾ ആഴ്ത്തി പടർന്നു പന്തലിക്കാൻ കരുത്ത് കാണിക്കുന്ന ആൽമരത്തെപ്പോലെ നിങ്ങളുടെ മനസ്സ് വളരണം. പരാജയപ്പെടുമ്പോൾ വിധി മോശമാണെന്നും സാഹചര്യങ്ങൾ ഒത്തുവന്നില്ലെന്നും പരാതി പറയുന്നവരാണ് അധികവും. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സാഹചര്യങ്ങൾ നമ്മളല്ല നിശ്ചയിക്കുന്നത് എങ്കിലും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിലാണ്. കടലിൽ വീശുന്ന കാറ്റ് എല്ലാ തോണികൾക്കും ഒരുപോലെയാണ്. എന്നാൽ ഒരു തോണി തീരത്ത് സുരക്ഷിതമായി അടുക്കുന്നതും മറ്റൊരു തോണി നടുക്കടലിൽ തകർന്നു പോകുന്നതും ആ കാറ്റിനെ അവർ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർച്ചയ്ക്കല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും അപകടകാരിയാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളപ്പോഴല്ല, മറിച്ച് തനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് അവൻ പൂർണ്ണമായി തിരിച്ചറിയുന്ന നിമിഷത്തിലാണ്. ആ അവസ്ഥയെയാണ് നമ്മൾ അണ്ടർഡോഗ് മെന്റാലിറ്റി എന്ന് വിളിക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധിയെഴുതുമ്പോൾ ആ പൂജ്യത്തിൽ നിന്ന് വീണ്ടും കളി തുടങ്ങാനുള്ള വലിയൊരു ധൈര്യം നിങ്ങൾ കാണിക്കണം. ആ ധൈര്യമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല. അവൻ പരാജയത്തെ ഭയക്കുന്നില്ല. അവന് മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് വിജയത്തിലേക്ക് മാത്രമുള്ളതാണ്. ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാകുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ ദിശയറിയാതെ അലയുന്ന ഒരു കപ്പലിനെ പോലെയാണ്. എന്നാൽ അതിലും വലിയൊരു സത്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഉദ്ദേശ്യവും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും തന്നെയാണ് നിങ്ങളുടെ പ്രഥമ പരിഗണനയാകേണ്ടത്. നിങ്ങളെ തന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഓരോ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇന്നലത്തേക്കാൾ മികച്ചൊരു വ്യക്തിയായി മാറുമെന്ന്. മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും കുത്തുവാക്കുകളെയും എങ്ങനെ നേരിടണം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു വഴിയുണ്ട്. നിശബ്ദത പാലിക്കുക, കഠിനമായി അധ്വാനിക്കുക, വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ വിജയത്തിനു മുന്നിൽ തലകുനിക്കുന്ന ആ ഒരു നിമിഷമുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രതികാരം. ശത്രുവിനോട് തർക്കിച്ച് സമയം കളയുന്നത് മൂഢത്വമാണ്. നിങ്ങളുടെ വളർച്ച കൊണ്ട് അവരെ അപ്രസക്തരാക്കുകയാണ് ഒരു യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്യേണ്ടത്. ഭൂതകാലത്തെ ഓർത്ത് സങ്കടപ്പെട്ട് ആരും സമയം കളയരുത്. അന്നെനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അവൻ എന്നെ ചതിച്ചുവെന്നും പറഞ്ഞ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ നിമിഷം നഷ്ടപ്പെടുത്തരുത്. ഭൂതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴും വിഷാദത്തിന്റെ തടവുകാരനായിരിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാറ്റാൻ നിങ്ങൾ എത്ര കരഞ്ഞാലും കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന ഭാവിയെ മാറ്റാൻ ഈ നിമിഷം നിങ്ങളുടെ കൈകളിലുണ്ട്. ഭൂതകാലത്തെ ഒരു പാഠപുസ്തകമായി മാത്രം കാണുക. അതിലെ തെറ്റുകൾ തിരുത്തി പുതിയ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് മാത്രം നടക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഠിനമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഇതൊരു താൽക്കാലികമായ കനൽ മാത്രമാണ്. ഈ കനലിൽ വെന്തുരുകി വേണം നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ സിംഹം ഉണരാൻ. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ യാത്ര തുടരുക. വിജയം നിങ്ങളുടെ തൊട്ടുമുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്.